ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബെസ്റ്റ് ഫോൺസ് അണ്ടർ 30,000, 30,000 താഴെ വരുന്ന ഏറ്റവും മികച്ച ഫോൺ. ഒരു കാര്യത്തിലല്ല, നമുക്ക് എല്ലാം കൂടി ചേർന്നൊരു ഫോൺ കിട്ടില്ല എന്ന് നമുക്കറിയാം. ഏറ്റവും മികച്ച ഗെയിമിങ്ങിന് പറ്റിയ ഏറ്റവും പെർഫോമൻസ് ഉള്ള ഫോൺ ഏതാണ്, ക്യാമറയുള്ള ഫോൺ ഏതാണ്, ഓൾറൗണ്ടർ ഫോൺ ഏതാണ്, അതുപോലെ സ്മൂത്ത് എക്സ്പീരിയൻസ് സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഫോൺ ഏതാണ്, ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും പറ്റിയ ഏറ്റവും നല്ല ഫോൺ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ബഡ്ജറ്റ് 30,000 താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് 30,000 താഴെ ഒരു ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ ഉപകാരപ്പെട്ടേക്കാം. സോ അപ്പോൾ ഏതൊക്കെയാണ് ആ ഫോണുള്ളത് പരിശോധിക്കും. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ വേണം. പെർഫോമൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനാവാം, അല്ലെങ്കിൽ ഗെയിം കളിക്കാനാവാം. എന്തിനായാലും ഏറ്റവും മികച്ച പെർഫോമൻസ്, അതിൽ ഗെയിമിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ ഏറ്റവും നല്ല ഫോൺ IQ Neo 10R എന്ന് പറയുന്ന ആ ഒരു ഫോണാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ അൺബോക്സ് ചെയ്ത ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. IQ Neo 10R. ഈ ഒരു ഫോണിൻ്റെ മെയിൻ സ്പെക്ക് സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസർ ഉണ്ട്, 6400 mAh ബാറ്ററി ഉണ്ട്, 80 വാട്ടിൻ്റെ ചാർജിംഗ് ഉണ്ട്, 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ഉണ്ട്, 50 MP ക്യാമറ സെറ്റപ്പാണ് മെയിൻ ക്യാമറ, 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുണ്ട്. ഇതിൽ തന്നെ 144 ഹെർട്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. 120 ഹെർട്സ് ആണ് അതിൻ്റെ ഡിസ്പ്ലേ. ബട്ട് ആ ഒരു ഫ്രെയിം ഇൻറ്റർപോളേഷൻ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഗെയിമിംഗ് കുറച്ചുകൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് 144 ഹെർട്സിൽ വരെ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടി ഒരുപാട് ഫീച്ചറുകൾ, ബൈപ്പാസ് ചാർജിങ് അടക്കമുള്ള ഒട്ടനവധി നല്ല നല്ല ഫീച്ചറുകളും ഒപ്റ്റിമൈസേഷനുകളും ഒക്കെ ഈ ഒരു ഫോണിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഗെയിമിംഗ് മെനു തന്നെ കൊടുത്തിട്ടുണ്ട്, ഗെയിമിംഗ് മോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഗെയിം കളിക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി എങ്കിൽ ഈ ഒരു ഫോൺ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന ഫോണുകളുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഫോണാണ് ഞാൻ പറഞ്ഞത്. 2-3 ഫോൺ ഇവിടെ ഉണ്ട് ആക്ച്വലി. സോ ഗെയിമിംഗ് ആണ് പ്രയോറിറ്റി എങ്കിൽ Neo 10Rന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. നല്ല ടോപ്പ് ലെവൽ ബാറ്ററിയും ചാർജിങ്ങും ക്യാമറയും ഡിസ്പ്ലേയും ഏറ്റവും നല്ല പെർഫോമൻസ് അടക്കം ടോപ്പായിട്ടുണ്ടായിരിക്കും. ഈ ഒരു പ്രൈസിന് കേട്ടോ, അതായത് ഇതിനേക്കാൾ കൂടിയ പ്രൈസിന് വേറെ നല്ല ഫോണുകളുണ്ടായിരിക്കും. ഈ പ്രൈസിന് 30,000 രൂപ റേഞ്ചിൽ ഇതാണ് ബെസ്റ്റ്. ഇതിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 8GB RAM 128GB സ്റ്റോറേജിന് 26,990 ആണ്. 8,256 28,990 ആണ്. 12,256 ആണെങ്കിൽ 30,990 ആണ്. കുറയ്ക്കാൻ നിൽക്കണ്ട, വേണമെങ്കിൽ 12 തന്നെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഓഫർ അടക്കം നോക്കിയാൽ 2,000 രൂപ ബാങ്ക് ഓഫർ ഉണ്ട്, അതടക്കം നോക്കിയാൽ 30 രൂപ താഴെ തന്നെ കിട്ടും. സോ 12GB RAM എടുത്താൽ പോലും 30 രൂപ താഴെ നിൽക്കും ഈ ഒരു ഫോൺ. അതിലെല്ലാവിധ ഗെയിമിംഗ് ഫീച്ചേഴ്സും ഉണ്ട്. സോ ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരെണ്ണത്തിന് കൊടുക്കാം. ഇനി ഇത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവോയുടെ T3 Ultra എടുക്കാം. കഴിഞ്ഞ ജനറേഷനാണ്, ഇപ്പോൾ T4 Ultra ഇറങ്ങി കഴിഞ്ഞു. എന്നാലും T3 Ultra ഇപ്പോഴും അടിപൊളി ഓപ്ഷനാണ്. രണ്ടാമതായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം. ഇതിൽ Dimensity 9200+ എന്ന പ്രോസറുണ്ട്, LPDDR5X RAM, UFS 3.1 സ്റ്റോറേജ്, 5500 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓവറോൾ ഡീസൻറ്റ് ഗ്രേറ്റ് ലെവൽ പെർഫോമൻസ് നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു വിഷയവുമില്ല, അടിപൊളി പെർഫോമൻസ് ഒക്കെ തന്നെയാണ്. IQ വേണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് നോക്കിയാൽ മതി. കാരണം ഇത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുകയുള്ളൂ. ടോപ്പ് അത് തന്നെയാണ്. ഇനി ഇത് നിങ്ങൾക്ക് ബഡ്ജറ്റ് 30 രൂപയുടെ അടുത്തേക്ക് ഇല്ല, ഒരു 25 രൂപ താഴേക്ക് ബഡ്ജറ്റ് ഉള്ളൂ. അത് 30,000 താഴെ തന്നെയാണല്ലോ. 25,000 താഴെയാണ് ബഡ്ജറ്റ് എങ്കിൽ ഈ പറഞ്ഞ IQ Neo 10Rൽ 30,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ അതേ പ്രൊസസ്സർ വെച്ചുകൊണ്ട് വേറൊരു ഫോണൊക്കെ കിടക്കുന്നുണ്ട്, Poco F6. ആ ഫോണിൻ്റെ സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ കിടിലമാണ്. ഈ പറഞ്ഞ സെയിം സ്നാപ്ഡ്രാഗൺ 8s Gen 3 പ്രോസർ ഉണ്ട്, LPDDR5X RAM, UFS 4.0 സ്റ്റോറേജ് വരുന്നുണ്ട്, 1.5K AMOLED ഡിസ്പ്ലേ, 50 MP സോണി ക്യാമറ സെറ്റപ്പ്, 5000 mAh ബാറ്ററി, 90 വാട്ട് ടർബോ ചാർജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ 30,000 രൂപ റേഞ്ചിൽ IQൽ കിട്ടുന്ന സംഭവങ്ങളെല്ലാം 23-24 രൂപ റേഞ്ചിൽ Poco F6ൽ കിടക്കുന്നുണ്ട് ഓൾറെഡി. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് കുറവാണെങ്കിൽ Poco F6 പരിഗണിക്കാം, പോക്കോ താല്പര്യം ഉണ്ടെങ്കിൽ. പലർക്കും പോക്കോ താല്പര്യമില്ല. പണ്ട് പോക്കോയ്ക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് പോക്കോ എടുത്തിട്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല. ബഡ്ജറ്റ് ടൈറ്റ് ആണെങ്കിൽ 24 രൂപ റേഞ്ചിൽ തന്നെ 12GB RAM ഉള്ള Poco F6 കിട്ടും. സോ തീർച്ചയായിട്ടും പോക്കോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പോക്കോ തന്നെയാണ് പരിഗണിക്കേണ്ടത്. പക്ഷേ ഒരിക്കലും IQ Neo 10Rൻ്റെ സെയിം ലെവൽ പെർഫോമൻസ് Poco F6 തരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതിന് കുറച്ചധികം ഒപ്റ്റിമൈസേഷനും ക്ലോക്ക് സ്പീഡിലെ മാറ്റങ്ങളൊക്കെ ആയിട്ട് അതിന് കുറച്ച് കൂടിയ പെർഫോമൻസ് കിട്ടും. സോ എൻ്റെ സജഷൻ അത് തന്നെയാണ്. ബഡ്ജറ്റ് കുറവാണെങ്കിൽ Poco F6 പരിഗണിച്ചാലും കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു കാര്യം കൂടി, ഓൾറെഡി മാർക്കറ്റിൽ ഇല്ലാത്ത വരാൻ പോകുന്ന ഒരു ഫോണുണ്ട്. അതിൻ്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല, കാരണം അബദ്ധം പറ്റുന്നതല്ല. കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ Poco F7 വരുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ പെർഫോമൻസുകളെയും ഓവർടേക്ക് ചെയ്യുന്ന ഒരു കിടിലം പെർഫോമൻസ് ലെവലും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അണ്ടർ 30K വരുമെന്നുള്ള ഒരു അസംഷനും കാണുന്നുണ്ട്. Poco F7ൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ച് വരുന്ന 1.5K 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ്, 8s Gen 4 പ്രോസർ ഉണ്ട്, 7550 mAh ബാറ്ററി. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ സൈസുള്ള ബാറ്ററി സെറ്റപ്പായിട്ട് വരുന്ന ഫോൺ ഇതായിരിക്കും. സോ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയ ഒരു ബാറ്ററി സെറ്റപ്പ് കിട്ടും. അതിൻ്റെ ഒപ്പം 90 വാട്ടിൻ്റെ ചാർജിങ്ങും, IP6869 റേറ്റിംഗുകൾ, Android 15 അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ടോപ്പ് ലെവലിൽ ഉണ്ടാവും. 30 രൂപ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസും വരാൻ പോകുന്നത്. സോ ഈ പറഞ്ഞ ഫോണുകളിനേക്കാളൊക്കെ മികച്ചൊരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പോക്കോ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. Poco F7ൻ്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ച് വെയിറ്റ് ചെയ്തോളൂ. Poco F7. സോ അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോണുകളുടെ ഒരു ലിസ്റ്റ്. ഇനി നമുക്ക് പെർഫോമൻസ് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമുക്കൊരു നല്ല സ്മൂത്തായ, സോഫ്റ്റായ, നൈസായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ വേറെ പരസ്യ ആപ്ലിക്കേഷനുകളോ ശല്യങ്ങളോ ഒന്നുമില്ലാതെ ക്ലീനായ
എല്ലാ ഫീച്ചേഴ്സും ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്ന നൈസായ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ഫോൺ 3A Pro എന്ന ഫോൺ എടുക്കാം. അത്യാവശ്യം നല്ലൊരു ഐറ്റമാണ്. ഇതിൻ്റെ സ്പെക്ക് മാത്രം നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. 50 MP മെയിൻ ക്യാമറ സെറ്റപ്പാണ്. ടെലിഫോട്ടോ ക്യാമറയും 50 MP വരുന്നുണ്ട്. 8 MP വൈഡ് ആംഗിൾ, 50 MP ഫ്രണ്ട് ക്യാമറ, 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, 50 വാട്ട് ചാർജിങ്, അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഡീസൻറ്റ് സെറ്റപ്പിലുള്ളൊരു ഫോണാണ്. ഇതിൽ അത്യാവശ്യം നല്ല സോഫ്റ്റായ നൈസായ സ്മൂത്തായ എക്സ്പീരിയൻസ് ആണ്. പരസ്യ ആപ്ലിക്കേഷനുകൾ ഒന്നും വരുന്നില്ല. ഡീസൻ്റായ ക്യാമറയുണ്ട്, ഡീസൻ്റായ പെർഫോമൻസ് ഉണ്ട്. ഗെയിമിംഗ് ഓറിയൻറ്റഡ് അല്ല, സാധാരണ യൂസിനൊക്കെ സെറ്റാണ്. ഗെയിമിംഗ് കളിക്കാം, പക്ഷേ അതിനൊക്കെ മറ്റേ ഫോണുകളാണ് നല്ലത്. സോ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ നല്ല സോഫ്റ്റായി നൈസായി ക്ലീനായി എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളത് അടിപൊളിയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നത്തിങ് ആ കാര്യത്തിൽ അടിപൊളിയാണ്. സോ ഇവിടെ ഈ ഒരു ഫോണാണ് ഞാൻ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസിൽ നൈസായിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫോൺ. നിങ്ങൾ ഡീറ്റെയിൽ വീഡിയോ കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതാണ് ആ രീതിയിൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി ഇതല്ല നമുക്ക് വേണ്ടത് നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണെങ്കിൽ അതേതായിരിക്കും എന്നാണ്. ഈ ഓൾറൗണ്ടർ ഫോൺ തന്നെയാണ് ഈ റേഞ്ചിലെ ഏറ്റവും നല്ല ക്യാമറ എക്സ്പീരിയൻസ് തരുന്ന ഫോൺ. അതായത് മോട്ടോയുടെ എഡ്ജ് 60 Pro എന്ന് പറയുന്ന ഫോണാണ്. ഏറ്റവും നല്ല ക്യാമറയും ഏറ്റവും നല്ല ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം ഇതിനകത്ത് എല്ലാത്തരം ഫീച്ചേഴ്സും, ഇതിന് ചാർജിങ്, വയർലെസ് ചാർജിങ് അടക്കമുള്ള സകലവിധ സംവിധാനങ്ങളും, ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ അടക്കമുള്ള സകല സംവിധാനങ്ങളുണ്ട്. സോ എഡ്ജ് 60 Pro മോട്ടോയുടെ ഫോണുകൾ ഓക്കെ ആണെങ്കിൽ ഈ സ്റ്റോക്ക് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഇഷ്ടമാവില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ നല്ല ഫോണിന് നല്ലതെന്ന് പറയാതെയും വയ്യല്ലോ. തീർച്ചയായിട്ടും ഇതാണ് ഈ പറഞ്ഞ രീതിയിലൊരു ഓൾറൗണ്ടർ. കാരണം ഇതിൻ്റെ സ്പെക്ക് തന്നെയാണ്. ഒന്നതിൽ വരുന്ന മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 8350 എന്ന് പറയുന്ന പ്രോസറാണ്. LPDDR5X റാം കൊടുത്തിട്ടുണ്ട്. UFS 4.0 സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയും 90 വാട്ട് ചാർജിങ്ങും 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ ആണെങ്കിൽ 6.7 ഇഞ്ച് വരുന്ന സൂപ്പർ HD ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ തന്നെ കൊടുത്തിരിക്കുന്നു. ഒരു കോംപ്രമൈസും ഇല്ല. POLED ഡിസ്പ്ലേ ആണ്, നൈസ് ഡിസ്പ്ലേ ആണ്. പിന്നെ ക്യാമറ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയുണ്ട്, 50 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 10 മെഗാപിക്സലിന്റെ ടെലി ക്യാമറ വരുന്നുണ്ട്, 50 മെഗാപിക്സലിന്റെ തന്നെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഡുവൽ CPU സ്പീക്കർ, NFC, പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആക്ഷൻ കീ പോലത്തെ ഒരു കീയും കൊടുത്തിട്ടുണ്ട് പല AI ഫംഗ്ഷനുകളും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. AI ഫീച്ചേഴ്സും മറ്റ് നോർമൽ ഫീച്ചേഴ്സും ഒക്കെ ഇഷ്ടം പോലെ കുത്തി നിറച്ചിട്ടുള്ള ഫോണാണ് ഈ എഡ്ജ് 60 Pro. സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ടെന്ന് കണ്ടു നോക്കിക്കോളൂ. ബാറ്ററി ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും എല്ലാം അടിപൊളിയാണ്. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. അതിൻ്റെ അൺബോക്സിംഗ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം. സംഭവം ഏറ്റവും നല്ലൊരു ഓൾറൗണ്ടർ പ്ലസ് ക്യാമറ സെൻട്രിക് ഫോൺ എന്ന രീതിയിൽ പറയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതാണ് മോട്ടോ എഡ്ജ് 60 Pro. പക്ഷേ ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിയിട്ട് മാത്രം ചൂസ്. സോ ഇപ്പോൾ തന്നെ ഏറ്റവും പെർഫോമൻസും നല്ല എക്സ്പീരിയൻസും നല്ല ക്യാമറയും ഓൾറൗണ്ടറും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ബ്രാൻഡുകളുടെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടത് മറ്റ് ചില ബ്രാൻഡുകളുടെയാണ് എന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രധാനപ്പെട്ട ബ്രാൻഡുകളുടെ ഏറ്റവും നല്ല ഫോണുകൾ കൂടി ഞാനൊന്ന് പറഞ്ഞു പോവാം. ഒന്ന്, നിങ്ങൾക്ക് OnePlusന്റെ ഫോണാണെങ്കിൽ Nord 4 തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. 30,000 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഫോണിൽ 120 AMOLED ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 7+ Gen 3 പ്രോസർ ഉണ്ട്. 5500 mAh ബാറ്ററി, 100 വാട്ടിൻ്റെ സൂപ്പർ ചാർജിങ് വരുന്നുണ്ട്. 50 മെഗാപിക്സൽ സോണി ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ്. സോ ഓവറോൾ നല്ലൊരു OnePlus ഫോണാണ്. ഓക്സിജൻ വോയിസും നല്ല എക്സ്പീരിയൻസും തരും. Nord 4 നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞുള്ളതാണ്. അൺബോക്സിംഗ് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. കണ്ടു നോക്കുക. എല്ലാം കണ്ടു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. OnePlusന്റെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് തരുന്ന ഫോൺ ഇത് തന്നെയാണ് ഈ പ്രൈസിന്. സോ Nord 4 ആയിരിക്കും. OnePlus ഫാനാണ്. ഇനി സാംസങ് ഫാൻ ആണെങ്കിൽ ഒരുപാട് ചെറുകിട ഫോണുകൾ അവിടെ കിടക്കുന്നുണ്ട്. എങ്കിലും അതിൽ M56 തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, Exynos 1450 പ്രോസർ, LPDDR4X റാം, UFS 3.1 സ്റ്റോറേജ്, 50 MP ക്യാമറ സെറ്റപ്പ്. മെയിൻ ക്യാമറയാണ് 50 MP, 12 MP സെൽഫി ക്യാമറ വരുന്നുള്ളൂ എന്നുള്ളത് ഓർക്കുക. ഒപ്പം തന്നെ 6 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധാരണ യൂസിന് ഒരു ഫോൺ നോക്കുന്നുവെങ്കിൽ മാത്രം സാംസങ്ങിൻ്റെ ഫോൺ പരിഗണിക്കുക. അല്ല സാംസങ് എടുക്കുള്ളൂ എന്നുള്ളവർക്കും M56 തന്നെയായിരിക്കും ഇപ്പോഴേക്ക് കിട്ടാവുന്ന ഡീസൻ്റ് ആയ ഒരു ഓപ്ഷൻ. ഇനി ഇതല്ലാതെ നിങ്ങൾ റെഡ്മിയിൽ ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ, 30,000 രൂപയ്ക്ക് Redmi Note 14 Pro പ്ലസ് 5G ആ ഐറ്റം തന്നെയാണ്. അതിൽ അത്യാവശ്യം നല്ല ക്യാമറയും പെർഫോമൻസും ഒക്കെ ഒരു ഡീസൻറ്റ് ലെവൽ സാധാരണ യൂസാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഇത് നല്ല ഒരു റെഡ്മി ഫോണായിരിക്കും. ഏറ്റവും നല്ല ഫോണെന്ന് ഞാൻ പറയില്ല, അവിടെ ഒരുപാട് നല്ല ഫോണുകൾ വേറെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം തന്നെ റെഡ്മി വേണമെന്നുള്ളവർക്ക് ഇതാണ് ഓപ്ഷൻ. ഇനി റിയൽമി ആണെങ്കിൽ അവരുടെയും ഈ പറഞ്ഞ പോലെ തന്നെ Realme 14 Pro Plus ആണ് നല്ല ഫോൺ വരിക. അതിൽ നല്ലൊരു ക്യാമറ കൂടിയുണ്ട് കേട്ടോ. എല്ലാവരുടെയും നല്ല അഭിപ്രായം നേടിയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് റിയൽമിയിലുള്ളത്. സോ റിയൽമി ഫോൺ എടുക്കാൻ പോകുമ്പോൾ നല്ലൊരു ക്യാമറ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്തോളൂ. Realme 14 Pro Plus. സോ ഇപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റുകളിലുള്ളതാണ് 30,000 താഴെ വരുന്ന ഏറ്റവും നല്ല ഫോണുകൾ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് എന്നൊക്കെ നോക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ചൂസ് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും ഡീറ്റെയിൽ വീഡിയോ കണ്ട് നോക്കുക. ഒപ്പം തന്നെ സർവീസൊക്കെ അടുത്ത് കിട്ടും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചോളൂ. ഇതിൽ സർവീസൊക്കെ ബുദ്ധിമുട്ടുള്ള ബ്രാൻഡുകൾ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകളിലൊന്നും തന്നെ സർവീസ് ഇല്ലാത്ത ബ്രാൻഡുകളില്ല. എല്ലാം നല്ല സർവീസ് ഉള്ളതാണ്. മോട്ടോയാണ് എനിക്ക് പിന്നെ സംശയമുള്ളത്. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഏതാ ഉള്ളതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ ചൂസ് ചെയ്തു. സോ അപ്പോൾ അതാണ് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 30,000 ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.